ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് രാമായണ എന്ന പേരുള്ള യാഷിന്റെ പുതിയ മൂവിയുടെ ഫസ്റ്റ് ഗ്ലിംസ് ആണ്, ഒരു ടീസർ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ നിങ്ങൾ എന്നും കാണുന്ന സ്ഥലത്തല്ല, സ്റ്റുഡിയോയിലല്ല ഇരിക്കുന്നത്. ഞാനിപ്പോ ഹാളില് ടിവിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ടിവിയില് ആ ടീസർ ഇട്ട് അതാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ എടുക്കട്ടെ. പിന്നെ ഐമാക്സിന് വേണ്ടി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ രാമായണ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്ത് നോക്കാം. ഇത് എല്ലാ ടീച്ചറിലും കാണിക്കുന്ന പോലെ തന്നെ തുടക്കത്തിൽ യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പ്ലേ ചെയ്യട്ടെ. ഓക്കെ, സിൻസ് ദ എക്സ്റ്റെൻസ് ഓഫ് ടൈം ദ Trinity rules the three worlds. Brahma, God who creates, protects, Shiva, God who destroys. നല്ല വിഷ്വൽസ് കിട്ടുന്നുണ്ട് ഇതിൽ. ബട്ട് when their creation threatened to take over the three worlds, the war to end all was begun. അപ്പോ ഇത് പറയുന്ന വർഷം 45 years by 5 million people. This is the immortal story of Rama versus Ravana. Rama, power and revenge. Rama, dharma and sacrifice. ഒന്നും പറയാനുള്ള നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എത്ര കേൾക്കാൻ പറ്റുന്ന അറിയില്ല. രൺബീർ കപൂർ as Rama, Yash as Ravana, Sai Pallavi as Sita, and Ravi Dabhi as Lakshman. Sunny Deol as Hanuman. Music by A.R. Rahman, Hans Zimmer. Written by Jiva, directed by Nitesh Tiwari. ഇവിടെ കാണിക്കുന്നുണ്ട് ഫിൽംഡ് ഫോർ ഐമാക്സ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ മൂവി ഐമാക്സിന് വേണ്ടി ഫിൽം ചെയ്തതാണ്. Association with Monster Mind Creations and 8 Academy Award VFX Studio Neck. രാമായണം നല്ല മ്യൂസിക്. രാമായണ our truth. രാമായണ our history. Yash. രാമായണ film for IMAX VFX by D Neck അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു VFX കമ്പനിയാണ്. പാർട്ട് 1 ആണ്. പാർട്ട് 2 അപ്പോൾ വരാനുണ്ട്. ദിവാലി 2026. അപ്പോൾ ദിവാലി റിലീസാണ് 2026. പിന്നെ അതിൻ്റെ മുകളിൽ അവർ ട്രൂത്ത് അവർ ഹിസ്റ്ററി, പിന്നെ അതിൻ്റെ കാസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കാസ്റ്റിൻ്റെ കുറേ പേരുകൾ, പിന്നെ ഡയറക്ടറിൻ്റെ നെയിം, പിന്നെ പാർട്ട് 2 ദിവാലി 2027. അപ്പോൾ 2 ഇയറിൽ, അതായത് അടുത്ത വർഷം ദിവാലിയിൽ പാർട്ട് 1ഉം അതിൻ്റെ അടുത്ത വർഷം ദിവാലിയിൽ 2027 സെക്കൻഡ് പാർട്ടും ഇറങ്ങും. ഓക്കെ, ടീസർ നമ്മളിപ്പോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതെന്താ എനിക്ക് അത്ര റിയാക്ഷൻ വരാത്തതെന്നുള്ളതിൻ്റെ കാരണം, ഞാനിത് ആദ്യം കണ്ടു. രാമൻ വാസസ് രാവണ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് മൂവി വരുന്നത്. അതായത് നമ്മളെ ആദിപുരുഷന്റെ ആ ഒരു കൺസെപ്റ്റ്, പക്ഷെ അതേപോലെ അല്ല. മേക്കിംഗ് വേറെ ലെവലിലാണ് ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ആദിപുരുഷ് ഒരു കാർട്ടൂൺ ആണെങ്കിൽ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. അപ്പോൾ
അത്രയാണ് എനിക്ക് ടീച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഗൈസ്, ദ വേൾഡ് ഓഫ് രാമായണാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് 4K ക്വാളിറ്റിയിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ ലാംഗ്വേജിലും ഉള്ള ക്യാപ്ഷൻസിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ടീസർ ഫസ്റ്റ് ഗ്ലിംസ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 4K ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും.